CK ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ കപ്പിലെ രണ്ടാം മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സിയോട് തോൽവി വഴങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി. 2-നെതിരെ 3 ഗോളുകൾക്കാണ് അവർ വിജയം കണ്ടെത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കായി അവരുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡഗോസ് ആണ് 2 ഗോളുകളും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ 2 ഗോളുകളും പെനാൽറ്റിയിൽ നിന്നായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. അതേസമയം ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടിയിട്ട് ചീമയാണ് 2 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നത്. 5 വിദേശ താരങ്ങളുമായി ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റമാണ് മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് 20-ാം മിനിറ്റിൽ ഡൈസുകെ സക്കായിയുടെ ഒരു ഗോൾ ശ്രമം കീപ്പർ രഹനേഷ് രക്ഷപ്പെടുത്തുകയുണ്ടായിരുന്നു. ഇതിനുശേഷം 29-ാം മിനിറ്റിൽ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡഗോസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മുൻപിലെത്തി. ഡൈസുകെ സക്കായിയെ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ഡയമൻഡഗോസ് ഗോളാക്കി മാറ്റി ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ 33-ാം മിനിറ്റിൽ ജംഷഡ്പൂർ എഫ്സി സമനില പിടിച്ചു. ഇടത് വിങ്ങിൽ നിന്നും ഉവേസ് കൊടുത്ത ക്രോസ് ചീമ ബ്ലാസ്റ്റേഴ്സ് കീപ്പർ സച്ചിനെ മറികടന്നുകൊണ്ട് ഗോളാക്കി മാറ്റി. ഇതിനുശേഷം ലീഡ് നേടാൻ കൂടുതൽ അവസരങ്ങളൊന്നും ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ശേഷം രണ്ടാം പകുതിയുടെ 57-ാം മിനിറ്റിൽ ജംഷഡ്പൂർ എഫ്സി ലീഡ് നേടി. എന്നാൽ 62-ാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിൽ നിന്നും ദിമിത്രിയോസ് ഡയമൻഡഗോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സമനില ഗോൾ നേടി. ശേഷം 68-ാം മിനിറ്റിൽ പെനാൽറ്റിയിൽ നിന്നും നേടിയ ഗോളിൽ ജംഷഡ്പൂർ ലീഡിലേക്ക് എത്തി. അങ്ങനെ മാൻസോറോ സച്ചിനെ മറികടന്ന് പെനാൽറ്റി ഗോളാക്കി സ്കോർ 3-2 ആക്കി ഉയർത്തി. ഇതിനുശേഷം സമനില ഗോൾ നേടുവാനായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കഠിനമായി ശ്രമിച്ചെങ്കിലും ജംഷഡ്പൂരിന്റെ പ്രതിരോധം അവിടെ തന്നെ ഉറച്ചു നിന്നു. ഏതായാലും ഇതോടുകൂടി 3-2 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ജംഷഡ്പൂർ എഫ്സിയോട് പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഏതായാലും ഇന്നത്തെ ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISLനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.